ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ മൊണ്ടറിയിൽ തന്നെയാണ്. ഈ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടുന്നില്ല. എന്തായിരുന്നു? മോണ്ടെറി മോണ്ടെറിയിൽ തന്നെയാണ്. ഇപ്പൊ ഇവിടുന്ന് ഞാനും വിനോദ് ആളും പിന്നെ ആളുടെ വൈഫും നമ്മളെല്ലാരും കൂടെ എവിടേക്കാ പോകുന്ന? ആ സ്ഥലത്തിന്റെ പേരെന്താ? അർത്യാഗ. വേറെ സ്റ്റേറ്റ് ആണല്ലേ അത്? അർത്യാഗ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പേരാണോ അർത്യാഗ? അതോ സ്റ്റേറ്റിന്റെ പേരെന്താ? കൗഹില. കൗഹില എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലെ അർത്യാഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോ പുള്ളിക്കാരിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആൾക്ക് ഡ്രൈവിംഗ് അധികം ഇഷ്ടമല്ല അല്ലെ? ഡ്രൈവിംഗ് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി തന്നെയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ഇവര് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ പുള്ളിക്കാരി തന്നെയാണ് ഡ്രൈവ് ചെയ്യാറെന്ന് പറഞ്ഞു. നാട്ടിലെ വഴികളും ഒക്കെ അറിയാം. അവിടെ നാട്ടിലൊക്കെ ഇന്ത്യയിലൊക്കെ ഡ്രൈവ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളിതാ പോകുന്ന വഴിക്ക് കണ്ടോ, മൊത്തം കാണുന്നൊക്കെ മൗണ്ടെയിൻസ് ആണ്. ഓക്കെ, ഇപ്പൊ കുറെ കഴിഞ്ഞു പോയിട്ടോ. കുറെ നേരമായിട്ട് മൗണ്ടെയിൻസ് തന്നെയായിരുന്നു. എവിടെ നോക്കിയാലും കണ്ടോ മൗണ്ടെയിൻസ് ആണ്. ലഡാക്ക് സൈഡിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മൗണ്ടെയിൻസ് പോലെയാണ് കാണുന്നത്. പക്ഷെ ഷേപ്പ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു പ്ലെയിൻ പോലെയല്ല, കുറെ ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഉണ്ട്. നമുക്ക് കണ്ടോ, അവിടെയൊക്കെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെറിയ ആ വൈറ്റ് കളർ കാണുന്നൊക്കെ വീടുകളാണ് കേട്ടോ. ഫുൾ വൈറ്റ് കളറിലാണ് വീടുകൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ട് അല്ലേ? 1.25 മണിക്കൂർ ഉണ്ട് അർത്യാഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇവരുടെ ഫ്രണ്ട്സ് ആണ്. ഹായ് ഹോലാ ബിയൻ ഗ്രേസിയസ് എസ്പാനിയ. കുറച്ച് എന്നുള്ളതിന് എന്താ പറയാ? കുറച്ചറിയാന്ന് പൊക്കീത്തോ എസ്പാനിയോ. സ്പാനിഷിന് എസ്പാനിയോ എന്നാ പറയുന്നല്ലേ? എസ്പാനിയോ എന്നാണ് പറയുന്നത് സ്പാനിഷിന് കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ വരാം. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചല്ലേ നമ്മൾ പോകുന്നത്? 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ അർത്യാഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്ക് ഓൾറെഡി വേറെ വീടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. പിന്നെ CIA മൂവി ഇല്ലേ, അത് മെക്സിക്കോയിലും എന്താ പറയാ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഫ്രണ്ട് ഒക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആരാ? എങ്ങനെയാ അത്? ഇവിടെ അവര് വന്നു. എനിക്കിപ്പോ ശരിക്കുള്ള ഓർമ്മയൊന്നുമില്ല, എങ്കിൽ കൂടി പറയുന്നത് എന്താ വെച്ചാല് ആ സമയത്തുള്ള ഗവർണർ എന്റെ ഫ്രണ്ട് ആയിരുന്നു. ആ സമയത്ത് അവരുടെ റാഞ്ചോയിൽ വെച്ചിട്ട് അത് വന്തൂറ് കടന്ന് ഇതില്ലേ ദുൽഖർ സൽമാൻ കടന്നു വരുന്നതൊക്കെ ആ സമയത്ത് അവിടെ അവര് പറഞ്ഞു എന്നോട് പോലീസ് ഡ്രസ്സ് വേണം, പിന്നെ മെഷീൻ ഗൺസ് ഒക്കെ വേണം, പിന്നെ ട്രക്കും വേണം, റെന്റിന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഗവർണറെ വിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അല്ലല്ല നമ്മളുടെ ആൾക്കാരനെ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പൊ റിയൽ ആയിട്ടുള്ള ഷൂട്ടിംഗ് എടുത്തത്. ഏകദേശം എല്ലാവരും കൂടി ഒരാഴ്ച ഉണ്ടായിരുന്നു. നമ്മള് വീട്ടിലൊക്കെയാണ് പലരും താമസിച്ചത്. അടിപൊളി. അതിനെക്കൊണ്ടൊരു അതുകൊണ്ട് എന്റെ മോളയിൽ ആക്ട് ചെയ്തിരുന്നു ഇവിടെ നിന്ന് വന്നിട്ട്. എന്നിട്ട് നമ്മളെത്തിച്ചിട്ടാണ് അങ്ങോട്ട് മക്കാനിൽ പോയത്. അവിടെ മോളോട് ഞാനും എന്റെ ഭാര്യ ലാസ്റ്റ് സീനിലൊക്കെ ഉണ്ട്. ഉണ്ടോ? ആണോ? അത് ഞാൻ നോക്കട്ടെ. ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടാട്ടോ. ഞാൻ ആ സിനിമയില് നോക്കട്ടെ. അടിപൊളി. ഗ്രേസിയസ്. ഈ കാണുന്ന 2 പേരുണ്ടല്ലോ, അതാണ് ഇവര് കേട്ടോ. ഇവര് അപ്പൊ ഈ CIA സിനിമയിലെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലപ്പോ അവരുണ്ട്. ഞാനിവിടെ കഴിക്കാൻ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മീറ്റും പിന്നെ എഗ്ഗും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് എന്തായിരുന്നു? പൊട്ടാറ്റോ ബീൻസ് മാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലും ഉണ്ട് ബീൻസ് മാഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 31 ഡിഗ്രിയൊക്കെയാണ് ചൂട്. പക്ഷേ ഇനി ഞാൻ പോകുന്നത് ഒരു മൗണ്ടെയിൻ്റെ മുകളിലേക്കാണ്. ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെ എല്ലാം നല്ല തണുപ്പാണ് കേട്ടോ. അവിടെ ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി അത്രയൊക്കെ വരുന്നുള്ളൂ. ഇതുണ്ടോ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് കയറി തുടങ്ങി. ആ മൗണ്ടെയിനൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്കിനി കയറാൻ. ഇതൊരു എന്താ പറയാ മൗണ്ടെയിൻ ടോപ്പ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ മൊത്തം നോക്കിയാലും മൗണ്ടെയിൻസ് ആണ് കേട്ടോ അല്ലെ? എവിടെ നോക്കിയാലും. പക്ഷെ ഈ മൊണ്ടറയില് ഭയങ്കര ചൂടല്ലേ? അതെന്താ? അപ്പോ ഇവിടെ കുറെ മൗണ്ടെയിൻസ് ആണല്ലോ ചുറ്റും, എന്നിട്ടും ഇവിടെ ചൂടും. നമ്മളിപ്പോ പോകുന്ന സ്ഥലവും മൗണ്ടെയിൻ ടോപ്പിലല്ലേ? അപ്പൊ അവിടെ തണുപ്പ്. ഓക്കെ, നമ്മള് താഴെ ആയതുകൊണ്ടല്ലേ?
ഓക്കെ, അതായത് പോകുന്ന വഴിക്ക് ഇപ്പൊ ഞാനിങ്ങനെ ആ സൈഡിൽ കുറെ വീടുകൾ കാണിച്ചു തന്നില്ലേ, ആ ഒരു ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് അവിടെയും തണുപ്പായിരിക്കും. പക്ഷെ യൂഷ്വലി അല്ലാതെ ഇങ്ങനെ സിറ്റി ഏരിയയിലൊക്കെ ഭയങ്കര ചൂടാണ്. കാണുന്നത് ചുറ്റും മല മാത്രം കേട്ടോ. നോക്കിയേ, കണ്ടോ, എവിടെ നോക്കിയാലും മലയാ കാണുന്നല്ലേ. 360 ആംഗിളിലാ മല കാണുന്നത്. കണ്ടാ, ഇതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുന്നത്. മല ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പോലെ, കട്ട് ചെയ്തെടുത്തതാണ് അല്ല. ഇതാണ്ടോ കറക്റ്റ് 2 സൈഡ് ഇങ്ങനെ വി പോലെ കിടക്കുന്നു. അതെ അതെ, നമ്മള് മല കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. നമ്മള് മുകളിലേക്ക് കേറുന്നു അങ്ങനെ തന്നെയാ. അപ്പൊ ഇതിങ്ങനെ ഇടിഞ്ഞു വീഴില്ല താഴേക്ക്? അങ്ങനെ ഇവര് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ലാൻഡ് സ്ലൈഡ് അപ്പൊ ഇടയ്ക്കൊക്കെ ഉണ്ടാവൂല്ലേ ചില ഏരിയയില്. കണ്ടോ, എല്ലാവിടെ നോക്കിയാലും ഒരു റോഡുണ്ട്, റോഡിലെ വണ്ടികളും ചുറ്റും മലയും, അത് മാത്രമേ കാണുന്നത്. കണ്ടോ, എവിടെ നോക്കിയാലും മലയാ. ഇപ്പൊ കുറച്ചങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡൊക്കെ കാണാൻ പറ്റും, ഫുള്ള് മലയാ. കണ്ടാ, എല്ലാവിടെയും മല മാത്രം. നമ്മൾ അർത്തിയാഗ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയ ടൗൺ ആണ്. ഇപ്പൊ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടെ ഹോളിഡേ ആണ് ഇപ്പോൾ, ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ്. അങ്ങനെ അടുത്തത് ഈസ്റ്റർ, ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ലീവാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ട്രാഫിക്കാണ്. ഇതുണ്ടോ, ഇതൊരു ചെറിയ ടൗൺ ആണ്, എന്നിട്ട് തന്നെ ട്രാഫിക് കണ്ടോ, അറ്റം വരെയും ട്രാഫിക്കാ. എല്ലാ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും. ആൾക്കാർ മൊത്തം വെക്കേഷൻ ആയതുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, എല്ലാവരുടെ വണ്ടീൻ്റെ പുറകിലും കുറേ സാധനങ്ങളാണ്, ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കണ്ടോ, ഡോഗിനൊക്കെ ആയി ഫുൾ വീട്ടിൽ നിന്ന് ഫുൾ സെറ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ എല്ലാവരും കറങ്ങാൻ വേണ്ടി. ഇവിടെ 10 പൈസയാണ് കേട്ടോ ഇവിടുത്തെ ഉള്ളിക്ക്. ഇവിടെ വൈറ്റ് കളർ വലിയ ഉള്ളിയാണ് ഇതിവിടെ. അതായത് നാട്ടിലെ ഒരു 42 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ആ ഒരു റേഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു ഉള്ളിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഞാനിവിടെ ഓരോ റേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഓരോ സാധനങ്ങളുടെ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല. ഇവിടുത്തേതായ സ്പൈസസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഫുൾ കേക്ക്, ഷുഗറി ഐറ്റംസ് ഒക്കെയാണ്, കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ബീഫും പോർക്കും ഒക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോർക്കാണ് ഇവിടെ മെയിൻ. എങ്ങനെ നോക്കിയാലും ബീഫ് ഉണ്ടെങ്കിൽ പോലും പോർക്ക് തന്നെയാണ് എങ്ങനെ നോക്കിയാലും മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നോക്കി നൂഡിൽസ് പോലെ എന്തോ ബീഫിൻ്റെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മസാല പുരട്ടിയത് നമുക്ക് വാങ്ങാം. ഇത് ചിക്കനാണ്, ഇത് ചിക്കൻ, പിന്നെ ഇത് ബീഫാന്ന് തോന്നുന്നു. ബീഫ് എല്ലാത്തേക്കും ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മേടിക്കാം മസാല പുരട്ടിയത്. ഇതാ ഫിഷ്, ഇത് എന്ത് ഫിഷാന്ന് മനസ്സിലാവുന്നില്ല, ഫിഷ് ഉണ്ട്. പിന്നെ എന്താ ചിക്കൻ തന്നെ വേറെ ടൈപ്പ് ഇവിടെ മസാല പുരട്ടി വെച്ചേക്കുന്നു. ചിക്കനും അത്യാവശ്യം എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. മസാല പുരട്ടിയതും മസാല അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സോസേജസ്, ഈ ഏരിയ മൊത്തം സോസേജസിൻ്റെയാ. നമുക്ക് വലിയ വലിയ സോസേജസ് എല്ലാം ഉണ്ട്. അത് പോർക്കിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ കാണാം. നമുക്ക് എല്ലാ വണ്ടീൻ്റെയും പുറകിൽ ഓരോ സാധനങ്ങളായിട്ട് എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. കണ്ടാ, ഈ വണ്ടീൻ്റെ പുറകിൽ കണ്ടാ, ആ വണ്ടീൻ്റെ പുറകിൽ കണ്ടോ, ഫുൾ സാധനങ്ങളായിട്ട്. ഇത് നമ്മളെ വണ്ടീൻ്റെ പുറകിൽ കണ്ടോ, കണ്ടോ, ഇത്രയും സാധനങ്ങളായിട്ട് നമ്മളും പോകുന്നു. ഇവരൊക്കെ ഇങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മളെ കൂടെ വന്നല്ലേ. ഇപ്പൊ എന്താ ഈ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ ഒക്കെ ആയതിന്റെ ലീവാണ് കേട്ടോ. കണ്ടാ, ഇതുപോലത്തെ വണ്ടിയൊക്കെ കുറെ ഇങ്ങനെ കാണാം. അതൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിക്കും ഓരോ സംഭവങ്ങൾക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് സ്ഥലത്തേക്കൊക്കെ എല്ലാവരും പോകുന്നു. ഈ ഒരു ടൈമിൽ എല്ലാവിടെയും റഷായിരിക്കും. അവിടെ മൊത്തം ട്രാഫിക് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ഓഫ് റോഡെല്ലാം അങ്ങനത്തെ വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ നേരമായിട്ട് ട്രാഫിക്കാ, അറ്റം വരെ. എത്രയോ നേരമായി, ഇത് മാറുന്നേ ഇല്ല കേട്ടോ. നമുക്കിനി ഒരു 10 മിനിറ്റ്സേ പോകാനുള്ളൂ. പക്ഷെ അവിടെ പൊടിയൊക്കെയാണ്. നമുക്ക് ഈ റോഡിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത്, ഈ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നോക്ക് മൊത്തം മൗണ്ടൈൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ ട്രക്കിങ്ങിൻ്റെ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഭയങ്കര വലിയ ട്രക്കിംഗ് ആണ്. അതായത് ഒരു ഫുൾ ഡേ അങ്ങനെയൊക്കെ വരുന്നതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. എനിക്കറിയില്ല അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ പറ്റുമോ എന്നൊക്കെ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിലൊക്കെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും പോവാം. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പൈസ പിരിവിട്ടിട്ട് ഇങ്ങനെ പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ വെക്കേഷനുള്ള സമയത്ത് ഓരോ സ്ഥലത്തും ആൾക്കാർ പോയി ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ തണുപ്പായിരിക്കും രാത്രി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തീ കൂട്ടിയിടല്ലോ, അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട്
അത് കത്തിപ്പോയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കത്തിപ്പോവും. അതുകൊണ്ട് അത് ഇവിടെ ബാൻഡാന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ എവിടെയും നമുക്ക് അങ്ങനെ ക്യാമ്പ് ഫയർ ഇടാൻ പറ്റില്ല അല്ലേ? ഇവിടെ ഇടാൻ പറ്റില്ല. ഇങ്ങനെ കുറെ കത്തിപ്പോയോ? കുറെ സ്ഥലത്ത് കത്തിപ്പോയോ അല്ലേ? ഏതാ? ഓ ഭയങ്കര കാറ്റല്ലേ, അപ്പൊ പെട്ടെന്ന് വേറെയുള്ള സ്ഥലത്തേക്കൊക്കെ വെറുതെ അല്ല. ഓ ഇവിടെ തന്നെ ഒരു ഡ്രൈ ലാൻഡ് പോലെയാണല്ലേ ഇവിടെ. ഇപ്പൊ അവിടെയൊക്കെ കുറച്ച് ഗ്രീനറി ഉണ്ടെങ്കിലും ഈ ഒരു ഏരിയക്ക് മൊത്തത്തിലൊരു അവിടെ ആ സൈഡ് മൊത്തം നിറയെ മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ മൗണ്ടൈൻ്റെ താഴെ ഭാഗത്ത് മൊത്തം മരങ്ങളാണ് കാണുന്നത്. ഈ കാണുന്നൊക്കെ ആപ്പിളിന്റെ ട്രീസ് ആണ് കേട്ടോ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. എന്താ പറയുക, ഞാനും ഇതിൽ വേറെ ChatGPT നോക്കിയപ്പോഴും കണ്ടായിരുന്നു. അതിപ്പോ ഇപ്പൊ എല്ലാം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ അതിന്റെ ആ ഒരു ടൈമില് ആപ്പിളിന്റെ ഫെസ്റ്റിവലും അതൊക്കെ ആയിരിക്കും ഉണ്ടാവും. അത് പക്ഷെ ഏത് സമയത്താ? വിച്ച് ടൈം ഫെസ്റ്റിവൽ? ആപ്പിൾ September. Okay. Now also there? But where? Now there is more like I see. Okay. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പൊ സെപ്റ്റംബർ സമയത്താണ് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും കുറച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കി നോക്കാം. ഈ കാണുന്നത് ഇവരുടെ വീടാണ്. ഓൾറെഡി ഇവര് എല്ലാ വീക്കിലും സൺഡേ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ താമസിക്കും കേട്ടോ. ഇതാകുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഔട്ടറാണ്, സിറ്റിയിൽ നിന്നൊക്കെ മാറി നിന്ന് അവരോട് വന്ന് അങ്ങനെ താമസിക്കും കേട്ടോ. പുള്ളിക്കാരി എന്നെ ഇവിടെയൊക്കെ ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാൻ കേട്ടോ. നമുക്ക് ഓഫ് റോഡാണ് കേട്ടോ മൊത്തം. നമ്മളെ വണ്ടി ഇങ്ങനത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓഫ് റോഡ് കണ്ടാ ഇങ്ങനെ കുലുങ്ങി. ഇത് റോഡിന്റെ ഒരു ഡെഡ് എൻഡ് എത്തി. ഇവിടെ വരെ വന്നപ്പോൾ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഏതൊക്കെയോ മൗണ്ടൈൻസ് ട്രക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നോക്കണം ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ട്രക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുണ്ട്. വേർ ഇസ് ആപ്പിൾ? വിച്ച് വൺ? ദിസ് വൺ? നോ, ദേർ. ഓക്കെ. ആ താഴെ കാണുന്ന ഏതൊക്കെയോ ട്രീസ് ഫുൾ ആപ്പിൾ ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ബട്ട് നൗ നോ ആപ്പിൾ. No apple, yeah. No, they start maybe May or June. May, June. Okay, May, June ഒക്കെ ആകുമ്പോഴാണ്. This one what? Pine? Pine, yeah. ഇവിടെ മൊത്തം പൈൻ ട്രീസ് ആണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം പൈനാണ്. പിന്നെ അങ്ങോട്ട് റോഡില്ല കണ്ടോ, ഇവിടെ വരെ ഉള്ളൂ. പോകുന്ന വഴി റോഡ് നോക്കിയേ, റോഡില്ല, മറ്റേ ഫുൾ ഓഫ് റോഡാണ്. ഇറക്കമാണ് കേട്ടോ. ഈ വണ്ടി ആയതുകൊണ്ട് പിന്നെ അത്ര വലിയ കുഴപ്പമില്ല, എന്നാലും നല്ല ചാട്ടമുണ്ട്. ഇവിടെ ഓൾറെഡി അവർ റിസോർട്ട് പോലെ എല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. അതെ, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഹാമോക്ക് കെട്ടിയിട്ടുണ്ട്. ഇവിടെ അതെ ഹോല ഇവർക്കിത് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ അതെ പിയാനോ ആണോ ഇത്, അത് പിന്നെ ഗിത്താറുണ്ട്. ഇതാണ് കേട്ടോ വീട്. അവരിവിടെ സ്ഥലം മേടിച്ചിട്ട് വീട് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തണുപ്പായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചൂട് താക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് എല്ലാം കെട്ടിണ്ടാക്കുന്നത്. കൊടൈക്കനാലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. അതായത് താഴെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് കയറി, അതായത് റൂം പോലെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ ബെഡൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. സാധനങ്ങൾ മേടിച്ചതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സും സ്നാക്സും ഓരോന്ന് മേടിച്ചതൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഗ്ലാസ്സസ് നോക്കും, വൈൻ ഗ്ലാസ്സസും അങ്ങനെ എല്ലാ ടൈപ്പ് ഗ്ലാസ്സസും ഉണ്ട്. കുറേ ഫുഡൊക്കെ അവർ ഓൾറെഡി കുക്കായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. മുകളിലേക്ക് പോയി നോക്കട്ടെ മുകളിൽ എങ്ങനെയാണെന്നുള്ളത്. വേണ്ട, മരത്തിൻ്റെതാണ്. ഇവിടെ കണ്ട കുറേ പേർക്ക് കിടക്കാം. ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവർ എപ്പോഴും കൂടും. അങ്ങനെയുള്ള സ്ഥലമാണ്. കണ്ടോ, 4 ബെഡ് ഒരുമിച്ചിട്ടേക്ക്. ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ വീട് തന്നെ മരവും പിന്നെ കല്ലോ മണ്ണോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇതാണ് കേട്ടോ സ്റ്റെപ്പ്. പകൽ സമയത്ത് പുറത്ത് ചൂടുണ്ട്, പക്ഷെ ഉള്ളിൽ തണുപ്പാണ്. പക്ഷെ രാത്രി ആകുമ്പോൾ ഫുള്ള് തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. വേണ്ടോ, ഇവിടെ ഇങ്ങനെ റൂമിൽ എല്ലാ റൂമിലും ഇങ്ങനെ 2 ബെഡ് ഇടുന്നുണ്ട്. ഓക്കെ, കണ്ടോ
ഈ ഒരു സാധനം കണ്ടോ, ഇതാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് ചൊയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പുളിയുടെ പൊടിയും പിന്നെ എന്താ പറയുക മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കഴിച്ചൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇതാണ്. ചേന പോലെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതാണിത്. അപ്പം ഇത് ഭയങ്കര റിഫ്രഷിങ് സാധനമാണ്, കാരണം ഭയങ്കര വെള്ളമുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇവിടെ ആ ഒരു ഫ്രൂട്ടും പിന്നെ ഈ മാംഗോയും ഇങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഇട്ടേക്കാണ്. അത് ഓൾറെഡി ഇത് ഇങ്ങനെ പാക്കറ്റായിട്ടുള്ള സാധനമാണ്. ഓൾറെഡി അതിലെന്തൊക്കെയോ ഉപ്പും എല്ലാം മിക്സ്ഡാണ്, അതാണ് ഇടുന്നത്. ഒരുപാട് എരിവൊന്നുമല്ല. പിന്നെ അത് മഷ്റൂം ഇങ്ങനെ ടിൻഡായിട്ടുണ്ട്. വെറുതെ അങ്ങനെ കഴിക്കാനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് മാങ്ങ പഴുത്തതാണ്, പക്ഷെ ഭയങ്കര പുളിയാണ്. ഇത് നോക്ക്, എന്തൊക്കെയോ കൃഷിയാണ് കേട്ടോ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒന്ന് നോക്കി, നല്ല രസമുണ്ട്. ചിത്രം വരച്ചു വെച്ച പോലെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും പുള്ളിക്കാരിയും കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കൂടുതലും മല തന്നെയാണ്, കാടും കൂടുതൽ അധികമായിട്ട് കാണാനില്ല. എന്നാലും എവിടേക്കാ പുള്ളിക്കാരിക്കാണെങ്കിലും ഭാഷ അങ്ങനെ മലയാളം അധികം അറിയില്ല, ഇംഗ്ലീഷ് ആണെങ്കിലും കുറച്ചേ അറിയുള്ളൂ. അപ്പം എന്നാലും നമ്മൾ ട്രാൻസ്ലേറ്റ് അതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. മലയാളം മനസ്സിലാവോ? കുറച്ച് മനസ്സിലാവും. പറയുന്നത് മനസ്സിലാവും അല്ലേ? ഓക്കെ, പറയുന്നതെല്ലാം ആൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം വീട്ടിലെല്ലാം അവര് സ്പാനിഷ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരി മലയാളം പഠിക്കാത്തത് ഇതുവരെ, അല്ലെങ്കിൽ എപ്പോഴേ പഠിച്ചേനെ. ഈ കാണുന്നൊക്കെ ആപ്പിളിന്റെ ഇതാണ് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, പക്ഷെ എല്ലാം ഇപ്പൊ ഉണങ്ങിയിരിക്കുന്ന സമയം, ഒന്നും ആയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ ആയിട്ടുണ്ട് എന്നാണ്. ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ് ആവുള്ളൂ. ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണെന്നാ പറഞ്ഞത്. ഇവിടെ 2 ആഴ്ച മുന്നെയാണ് സ്നോ നിന്നത്. അതിനു മുന്നേ ഫുള്ള് സ്നോയിങ് ആയിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 മന്ത് കഴിയുമ്പോൾ കൂടുതൽ ഗ്രീൻ ആവുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കാരണം ഇപ്പോൾ ഇതുവരെയും വിന്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു, ഫുൾ സ്നോ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഈ കറുത്ത കളറിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോ, അത് സ്നോ പെയ്യുമ്പോൾ അത് ചീത്തയായി പോകുന്നാണ് പറയുന്നത്. അതായത് ആപ്പിളിന്റെ ട്രീസ് കണ്ടോ, അവിടെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ പൂ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് സ്നോ പെയ്യുന്ന സമയത്ത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചീത്തയായി പോകുന്ന കൊണ്ടിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ നോക്ക്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു റൂറൽ വില്ലേജ് ആണ്. ഓക്കെ, ഫുൾ ആപ്പിളിന്റെ മരമാണ് കേട്ടോ. ഈ കാണുന്ന ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്ന എല്ലാം ആപ്പിളിന്റെ മരമാണ്. ആ ഒരു സീസണിൽ വന്നിരുന്നെങ്കിൽ, സെപ്റ്റംബറിലൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. അവർക്കാണെങ്കിൽ അതിന്റെ ഫെസ്റ്റിവലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫുൾ ആപ്പിള് ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ച് അങ്ങനെ കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കും. നോക്ക്, ഫുൾ മൗണ്ടെയിൻസാ. അങ്ങോട്ടൊക്കെ കണ്ടോ, കുറച്ച് വില്ലേജും ആളുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ? ഹായ്, ഹോലാ. ഇതെന്തോ സാധനം വിൽക്കാണ്ടോ? ബീഫ്? No, nada más quiere. Pero quiero que respeten mi derecho. Sí, pero nada más va. Señorita, ¿puede respetar mi derecho? സെനോറിറ്റ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ് കേട്ടോ. ¿Se fija? No vendo nada, oiga. ബീഫ്? Oiga, no me ബീഫ് ഉണക്കിയത് എന്തോ ഒരു സാധനമാണ് കേട്ടോ. ആള് വിറ്റോണ്ടിരിക്കുന്നുണ്ട്, കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഈ ഒരു ചെറിയ ടൗണ് തന്നെ മൊത്തം തിരക്കാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇങ്ങനത്തെ ബഗ്ഗി പോലത്തെ ഓരോ സംഭവങ്ങളുണ്ട്. പാട്ടൊക്കെ വെച്ച് വൈബാണ് ഇവിടെ. അവിടെ ഒരു തിരക്കും ആൾക്കൂട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ സംഭവം? എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടോ? പ്രോഗ്രാം? ഡാൻസ്? ഓ, ഓക്കെ. വൻ വൈബാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇത് ഈ പുറത്തെ ആൾക്കാരാണോ വില്ലേജിലെ ആൾക്കാരാണോ എന്താ അറിയില്ല. ഇതെന്താ പരിപാടി? സ്പോർട്സ് ആണെന്ന് തോന്നുന്നു, എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓട്ട മത്സരോ അതുപോലെ എന്തോ നടക്കുന്ന കേട്ടോ. എന്താന്ന് മനസ്സിലാവുന്നില്ല. എല്ലാരും ഫുൾ ഓണാ. ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലേ, അതിന്റെ പരിപാടിയാണ് നടക്കുന്നത്. ഞാനത് വിട്ടുപോയി. അതാണ് എല്ലാവരും ഫുൾ ഓൺ ആയിട്ടുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആലോചിച്ച്, എന്താ നമ്മുടെ നാട്ടില് വിഷു ഇതൊക്കെ നമ്മൾ ആഘോഷിക്കില്ലേ, അപ്പൊ റോട്ടിലൊക്കെ ഇതുപോലെ ആൾക്കാരായിരിക്കില്ലേ. ഇവിടെ എല്ലാരും ബിയറും കുപ്പി പിടിച്ചിട്ടുണ്ടാവും. എല്ലാരും ഇവിടെ സിഗരറ്റും ബിയറും, അത് രണ്ടും മസ്റ്റ്. അത് കണ്ടില്ലേ, ഒരു കയ്യില് ഇതും ഒരു കയ്യില് ബിയറും ഒരു കയ്യില് സിഗരറ്റും, അത് മസ്റ്റാണ്. ഓരോ ഓട്ട മത്സരം അങ്ങനെയുള്ള ഓരോ പരിപാടികളും നടക്കുകയാണ്.
അതിനിടയിൽ കുറെ വണ്ടികളും പോകുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ സാധനം വിൽക്കാൻ വെച്ചെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വാൾനട്ടാണ്, ഒരു ടൈപ്പ് ഓഫ് വാൾനട്ട്. ഇത് ഒറിഗാനോ പോലെ ഇരിക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ടൈപ്പ് ബ്രെഡാണ്. ഇതെന്തോ ഒരു സ്വീറ്റാന്ന് തോന്നുന്നു. അവിടെ ബ്രെഡ്, ഈ ഈസ്റ്ററിന്റെ എന്തെങ്കിലും സംഭവം തോന്നുന്നു. ഓക്കെ, കണ്ടോ കുറെ ടൈപ്പ് ഓഫ് കേക്കാ കാണുന്നത്. ഇറ്റ്സ് ഓൾ കേക്ക്. ഓക്കെ, സ്വീറ്റ്, ഓൾ സ്വീറ്റ്. ഓക്കെ, ഓൾ സ്വീറ്റ്. ഇത് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കാണാം. ഓക്കെ, അത് ഉപ്പിലിട്ടതാണോ? അത് ഷുഗർ? ഓ, അത് ഷുഗറായിട്ട് ഉപ്പിലിട്ടല്ല, മധുരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണത്. പ്ലം കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മുടെ നാട്ടില് പണ്ട് ഇങ്ങനെ കോണ് വിൽക്കുന്നുണ്ടായില്ല, അതുപോലത്തെ എന്തോ സംഭവം. പക്ഷെ ടേസ്റ്റ് ഒന്നല്ല. ഈ നാട്ടിലെ വെറൈറ്റി മുട്ടായികളൊക്കെയാന്ന് തോന്നുന്നു കഴിക്കാനുള്ള സാധനങ്ങളും. നോക്ക്, ഇതൊക്കെ വാൾനട്ട് വെച്ചിട്ട് എന്തോ സംഭവം. ഇതൊക്കെ ഇത് എന്താന്നേ മനസ്സിലാവുന്നില്ല. വെറൈറ്റി മുട്ടായികളാ. നോക്ക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇതുപോലത്തെ ഉണ്ട്. ടമറിൻഡ്. ഓക്കെ, പുളിയാണ്, പുളിയോ. ദിസ് ഈസ് കോക്കനട്ട്. ദിസ് വൺ കോക്കനട്ട്. ഓ, കോക്കനട്ടിൽ അവർ കളർ ആക്കിയേക്കണെന്നുണ്ട് ഇവരുടെ ഫ്ലാഗിന്റെ രീതിയിൽ. പിന്നെ ഇവിടെ ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ പീനട്ട്സ്, ഉപ്പിട്ട പീനട്ട്സ്, അതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇല്ല. അതുപോലെ തന്നെയുള്ള ഒരു കൊച്ചു വന്നിട്ട് എൻ്റെ അക്കൗണ്ടൊക്കെ ചോദിച്ചപ്പോൾ ഞാനിത് എഴുതി കൊടുക്കും കേട്ടോ. കയ്യിലൊക്കെയാണ് എഴുതുന്നത്. ഇത്രയും വലിയ പേര് ഞാൻ എങ്ങനെ കൈ മൊത്തം ഞാൻ എഴുതി കൊടുക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്ക് പാക്കർ മനസ്സിലാവുന്നുണ്ടോ എന്തോ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ. ബാക്ക് പാക്കർ ബാക്ക് പാക്കർ ആരടിമാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര അതിശയാണ്. ഫുള്ള് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇങ്ങനെ നോക്കുന്നത്. വാട്ട് ഈസ് ദിസ്? Apple wine. ആപ്പിൾ വൈൻ. ഓക്കെ, ആ ഒരു ഇതില് ആപ്പിൾ വൈൻ ആണെന്നാ കേട്ടോ പറഞ്ഞത്. കണ്ടോ, കൊട്ടയിലല്ല എന്തായാലും പറയാ, ചട്ടിയിലെല്ലാം ആക്കിയിട്ട് ആപ്പിൾ വൈൻ ആണ് വിൽക്കുന്നത്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് വിൽക്കുന്നുണ്ട്. ലിക്കർ. ഓക്കെ, നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ കാണാൻ പറ്റൂലല്ലോ. ലിക്കർ എല്ലാം നട റോട്ടിൽ അവര് വിൽക്കുന്നത്. ഇത് നോക്കി, ഇവിടെ പ്രോൺസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രില്ല് ചെയ്താണോ ബോയിൽ ചെയ്താണോ എന്ന് മനസ്സിലായിരുന്നില്ല. കണ്ടിട്ട് ഗ്രില്ല് ചെയ്ത പോലെയാണ് കാണുന്നത്. കുറെ പിക്കിള് പോലെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. പിന്നെ അതെ കുറെ മുകളിലൊക്കെ കുറെ ചോക്ലേറ്റ് ഇട്ടിട്ട് മാംഗോ വന്നിട്ടുണ്ട്. ഇത് സ്ട്രോബെറിയും പിന്നെ യോഗട്ടും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു സാധനം. അങ്ങനെ വെറൈറ്റി കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാനെന്താ ഇവിടെ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ എൽജിൻ്റെ കടയിൽ നിന്ന് കഴിച്ച ആ ഒരു സംഭവം തന്നെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനൊരു 50 പെസമാണ് വരുന്നത്. ഇത് കണ്ടോ, ചീനിമുളകാന്ന് തോന്നുന്നു. ചീനിമുളക് എൻ്റെ കയ്യിലൊക്കെ മറ്റേ ആ കഴിച്ചതിൻ്റെ സാധനം ഇരിക്കുക. ഉണ്ടമുളക്, ചീനിമുളകല്ല, ഉണ്ടമുളക് പ്ലസ് ചീനിമുളക് കുറച്ചുകൂടെ സ്ലിം ആയിരിക്കും. ഇത് ഇച്ചിരി തടിയുണ്ട്. ഇത് ഹോട്ട് ഡോഗ് ആണ് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ട് ഡോഗ് ആണ് കാണുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോർട്ടാസ് ഹോട്ട് ഡോഗ്. എനിക്ക് തോന്നുന്നു ആ ഇതുണ്ടല്ലോ, ആ ടോട്ടിലയിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കുന്നതായിരിക്കും തോന്നുന്നു. അതിൻ്റെ റേറ്റോ അതിൻ്റെ പേരോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് ചൂടോടെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ഡ്രസ്സെല്ലാം മേടിക്കാനുള്ള ഓരോ ടൈപ്പ് മാർക്കറ്റ്. ഇവിടെ വരുന്നവരെന്തായാലും ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഫുഡടി, വെള്ളം കുടി. വെള്ളം എന്ന് പറഞ്ഞാൽ ജ്യൂസ്, ലിക്കർ, അങ്ങനെ എല്ലാ ടൈപ്പും. ഇതെന്തോ സംഭവം? ഇതെന്തോ ഫുഡ് ഐറ്റംസ് ഒക്കെയാണല്ലോ കാണുന്നത്. ഇത് എഗ് കളർഫുൾ. ഇതെന്താ കളർഫുള്ളായി ചിത്രമൊക്കെ വരച്ച്? എൻ്റെ ഈസ്റ്റർ. ഓ, ഇതിലൊന്നും ഇല്ല, മുട്ടേൻ്റെ ഒന്നും ഇല്ല. കണ്ടാ, അവര് വെറുതെ വെച്ചേക്കുവാ, രസത്തിന് വേണ്ടി വെച്ചേക്കുവാ കേട്ടാ. ഓക്കെ, ഇതുപോലത്തെ എന്തോ ലോക്കൽ ഫുഡ് കിട്ടുന്ന എന്തോ സംഭവമാണ്. അതെ, ഇവിടെ ഈ മുട്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവിടെയും. പിന്നെ കേക്ക് ഐറ്റംസ്. എൻ്റെ അമ്മോ, എനിക്ക് ആ മധുരം കഴിച്ചിട്ട് തന്നെ ഒരു ഇച്ചിരി കഴിച്ചുള്ളൂ ഞാൻ. എനിക്ക് പറ്റണ്ടായില്ല. ഓ, ഇത് ഇവിടുത്തെ എന്തോ ഒരു ലോക്കൽ ഫുഡാണ്. ദിസ് വൺ വാട്ട്? ഇത് കാണാനൊക്കെ രസമുണ്ട്. എന്താന്തോ ബീഫാണോ? ബീഫ്. ദിസ് വൺ പോർക്ക്. ഓ, പോർക്കാന്ന്. ഇത് ബീഫും.
ഇത് ആ ടോർട്ടിലയില് ഉള്ളിലാക്കിയിട്ട് കഴിക്കും തോന്നുന്നു അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇത് നമ്മളെ നാട്ടിലെ പോലെ ചട്ടി ഉണ്ടല്ലോ, ചട്ടിയാ. ഓ, അത് തട്ടിയപ്പോ അവര് അത് തുറന്നു കാണിക്കുന്നു. ഓ, ഇതെന്താ? വാട്ട് ഈസ് ദിസ്? Asado. അസാദോയോ? ചിക്കൻ? No chicken. പോർക്ക്. ഓ, പോർക്കിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ദിസ് വൺ ഫിനിഷ്. Este es chino y este es picadillo. ഓ, പൊട്ടാറ്റോ അല്ലേ? പൊട്ടാറ്റോ ആൻഡ് ബീഫ്. പൊട്ടാറ്റോയും ബീഫും പോർക്കും. ഇതാണ് എവിടെ നോക്കിയാലോ കേട്ടോ. ചിക്കനൊക്കെ കാണാൻ തന്നെ വല്ലപ്പോഴാണ് കാണുന്നത്. പുള്ളിക്കാരി എനിക്ക് വേറെ ടോർട്ടിലൊക്കെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അത് വേറെ എന്തോ ഫ്ലോർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സി ഗ്രേസിയസ് സീന്ന് പറഞ്ഞാൽ അതെ അങ്ങനെ പിള്ളേര് നോക്കിയ തലയിലൊക്കെ മറ്റേ സാധനമൊക്കെ അടിച്ചിട്ട് പോകുന്നു. അയ്യോ, ഏറ്റവും തക്കല്ലേ. ഫുൾ ആഘോഷമാണ്. അയ്യോ, കുറെ അതേപോലത്തെ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കേട്ടോ. പിന്നെ ഈ ഡോറിറ്റോസും ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അതന്നെയാ മെയിൻ. ഇവിടെ സ്റ്റിൽ എന്തൊക്കെയോ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാനൊക്കെ കിക്കായി ഷുഗറൊക്കെ കഴിച്ചിട്ട്. ഷുഗർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ അടിപൊളിയാ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എരിവുള്ളത് ഉണ്ട്, പക്ഷെ കുറവാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര കളർ കണ്ടില്ലേ, നേരത്തെ കണ്ടില്ലേ? ആ പോർക്കൊക്കെ ഭയങ്കര റെഡ് കളറാ, പക്ഷെ അതൊന്നും എരിവുണ്ടാവൂല. പുള്ളിക്കാരി ഇവിടെ അതേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് നമ്മളതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് കാറിൽ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ ദേ കുറച്ച് ഇങ്ങനെ റോഡ് കണ്ടപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് എടുത്തതാണ്. അപ്പോൾ ദേ ആ ഒരു വ്യൂ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, മൗണ്ടൈൻസ് എല്ലാം ഓരോ മൗണ്ടൈൻസിനും ഓരോ ഷേപ്പാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ സമയം 5:45 പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഓരോ ഏരിയയിലും ഓരോ ക്ലൈമറ്റ് അല്ലേ. വാട്ട് ടൈം സൺസെറ്റ്? 6 o'clock? 6. കാരണം അതേ വേണ്ട 5:48 ആയത്. അപ്പൊ തന്നെ മൊത്തം ഇരുട്ടായി. ഇവിടെ എല്ലാം കണ്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഗ്രില്ലൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരെല്ലാവരായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തില്ല. അവരുടെ ഒരു പ്രൈവസി എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അവരെടുത്തോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്, പക്ഷെ ഞാനാണ് പിന്നെ എടുക്കാതിരുന്നത്. കാരണം ഭയങ്കര പാട്ടും ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.